അപ്പോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു സാധാരണ സ്കൂൾ പരീക്ഷ പേപ്പറല്ല. അല്ല, ഇതതിനേക്കാൾ വലുതാണ്. ശരിക്കും പറഞ്ഞാൽ ലോകചരിത്രത്തെപ്പറ്റി ഒരു സമൂഹം എന്താണ് ഏറ്റവും പ്രധാനമായി കരുതുന്നത് എന്നതിന്റെ ഒരു സൂചനയാണിത്. വെറുമൊരു ചോദ്യപേപ്പറിനപ്പുറം ഇതിലൊരു തലമുറയുടെ ലോകവീക്ഷണം ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കിയാലോ? നിങ്ങൾ നോക്കിക്കേ, ഈ പരീക്ഷയിലെ ഓരോ ചോദ്യത്തിനും നമ്മളോട് ഒരു കഥ പറയാനുണ്ട്. അതായത്, നമ്മുടെയൊക്കെ ഭൂതകാലത്തെക്കുറിച്ച് ഒരു വിദ്യാർത്ഥി എന്തൊക്കെയാണ് ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ടതെന്ന് ഇത് പറഞ്ഞുതരുന്നു. അപ്പോൾ ഇത് വെറും മാർക്കിനു വേണ്ടിയുള്ളൊരു പരീക്ഷയല്ല, മറിച്ച് അടുത്ത തലമുറയോട് നമ്മൾ എന്ത് ചരിത്രമാണ് പറഞ്ഞുകൊടുക്കുന്നത് എന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് കൂടിയാണിത്. അപ്പോ നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്: ഈ പരീക്ഷയിലൂടെ പഠിപ്പിക്കുന്ന ചരിത്രത്തിന്റെ യഥാർത്ഥ കഥ എന്താണ്? ശരിക്കും ചരിത്രം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് മുറികളിൽ രൂപപ്പെടുന്നത്? വാ, നമുക്കൊരുമിച്ചിതൊന്ന് കണ്ടുപിടിക്കാം. ശരി, അപ്പൊ നമുക്ക് ഒരു പുരാവസ്തു ഗവേഷകനെ പോലെ ഇതിനെ സമീപിക്കാം. ഏറ്റവും മുകളിൽ കാണുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്തൊക്കെയാണ് ഈ പറയുന്ന ചരിത്രത്തിന്റെ അടിത്തറ? നമുക്ക് നോക്കാം. നമ്മളൊരു വലിയ കെട്ടിടം പണിയുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആക്കില്ലേ? അതുപോലെ തന്നെയാണ് ചരിത്രപഠനവും. ഏറ്റവും ആദ്യം വേണ്ടതെന്താ? കുറച്ച് പേരുകൾ, സ്ഥലങ്ങൾ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഇതൊക്കെ കൃത്യമായി ഓർത്തിരിക്കുക എന്നത് തന്നെ. അപ്പോ ഈ പരീക്ഷയനുസരിച്ച് എന്തൊക്കെയാണ് ആ അടിത്തറയിലെ പ്രധാനപ്പെട്ട കല്ലുകൾ? നമുക്ക് നോക്കാം. ദാ ഈ ചേരുംപടി ചേർക്കുക ചോദ്യമൊന്ന് നോക്കിക്കേ. ഇവിടെ വെറും അറിവ് മാത്രം പോരാ, നല്ല ഓർമ്മശക്തിയും വേണം, അല്ലേ? പ്രധാനപ്പെട്ട വ്യക്തികൾ, അവരുടെ സംഭാവനകൾ, ഇതൊക്കെ തമ്മിൽ ശരിക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത്. ചരിത്രത്തിലെ ആ കണ്ണികൾ ഓർത്തെടുക്കാനുള്ള ഒരു വെല്ലുവിളി തന്നെയാണത്. ശരി, ഇനി നമുക്ക് ചില പേരുകൾ പെട്ടെന്നൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ. ആദ്യം ഹെർനാൻ കോർട്ടസ്. അടുത്തത് സ്പിന്നിംഗ് ജെന്നി. കണ്ടോ, പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തിയ ആളുകളും അതുപോലെ പുതിയ കണ്ടുപിടുത്തങ്ങളും ഒരുപോലെ പ്രധാനമാണെന്നാണ് ഈ ചോദ്യങ്ങൾ നമ്മളോട് പറയുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണല്ലേ? ചരിത്രത്തെക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കണമെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന ചില അടിസ്ഥാന കാര്യങ്ങൾ വേണം, ആ ഒരു കോമൺ ഗ്രൗണ്ട്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇട്ട സ്ഥിതിക്ക് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ പേരുകളും തീയതികളുമൊക്കെ നമുക്ക് അറിയാമെന്ന് വെക്കാം. പക്ഷേ ചരിത്രത്തിലെ വലിയ ആശയങ്ങളെക്കുറിച്ച് നമുക്ക് എന്തറിയാം? ഇവിടെയാണ് കളി മാറുന്നത്. ഈ ഘട്ടത്തിൽ വെറും ഓർമ്മയല്ല, അറിവിന്റെ ആഴമാണ് പരീക്ഷിക്കപ്പെടാൻ പോകുന്നത്. ദാ ഈ വാക്കൊന്ന് നോക്കിക്കേ, ക്യൂണിഫോം. ഇത് വെറുമൊരു എഴുത്തുരീതിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. മനുഷ്യൻ ആദ്യമായിട്ട് തന്റെ ചരിത്രം രേഖപ്പെടുത്താൻ തുടങ്ങിയെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ശരിക്കും പറഞ്ഞാൽ ആ പുരാതന ലോകത്തേക്ക് തുറക്കുന്ന ഒരു താക്കോൽ. അടുത്തത് ഫ്യൂഡലിസം. ഈ ഒരു വാക്കറിയാതെ നമുക്ക് മധ്യകാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാനേ പറ്റില്ല. കാരണം അന്നത്തെ അധികാരവും സമ്പത്തും എങ്ങനെയാണ് ആളുകൾക്കിടയിൽ വിഭജിക്കപ്പെട്ടിരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ വാക്ക് നിർബന്ധമാണ്. അപ്പോൾ ചരിത്രമെന്ന് പറയുന്നത് വെറും സംഭവങ്ങൾ മാത്രമല്ല, ഇത്തരം സാമൂഹിക ഘടനകൾ കൂടിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവിടെ പരീക്ഷയുടെ ഫോക്കസ് ഒന്ന് മാറുന്നുണ്ട്. നമ്മൾ സാമൂഹിക ഘടനകളിൽ നിന്ന് പതിയെ സാംസ്കാരിക ആശയങ്ങളിലേക്ക് വരികയാണ്. നവോത്ഥാന മനുഷ്യൻ അഥവാ റെനൈസാൻസ് മാൻ എന്നത് വെറുമൊരു വാക്കല്ല, ഒരു കാലഘട്ടം മുഴുവൻ എന്തായി തീരാൻ ആഗ്രഹിച്ചു എന്നതിന്റെ ഒരു പ്രതീകം തന്നെയാണിത്. ശരി, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, പേരുകളറിയാം, ആശയങ്ങളറിയാം. ഇതൊക്കെ വെച്ചിനി എന്തു ചെയ്യും? ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വിദ്യാർത്ഥി വെറുമൊരു പഠിതാവ് എന്ന നിലയിൽ നിന്ന് ഒരു ചരിത്രകാരനെപ്പോലെ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഇവിടെയാണ്. ഈ അറിവൊക്കെ ഉപയോഗിച്ച് സ്വന്തമായി വിശകലനം ചെയ്യാനും വാദങ്ങൾ രൂപീകരിക്കാനും കഴിയണം. ദാ ഈ ചോദ്യം നോക്കൂ. ഇവിടെ സംഭവങ്ങളെയെല്ലാം അവയുടെ കാലക്രമത്തിൽ ഓർത്തെടുക്കണം. ഒരു നൂറ്റാണ്ടിനുള്ളിൽ ഏഷ്യയിലും യൂറോപ്പിലും നടന്ന യുദ്ധങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ, പിന്നെ സാംസ്കാരിക സംഭവങ്ങൾ വരെ, ഇതെല്ലാം ഒരൊറ്റ ടൈംലൈനിൽ കൊണ്ടുവരണം. ലോകത്തിന്റെ പല ഭാഗങ്ങളും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇത്തരം ചോദ്യങ്ങൾ ഒരുപാട് സഹായിക്കും. ഒരേ പരീക്ഷയിൽ തന്നെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ വ്യത്യാസമുള്ള 2 ചോദ്യങ്ങൾ വന്നത് കണ്ടോ? ഒന്ന് ചോദിക്കുന്നത് ആദിമ മനുഷ്യൻ എങ്ങനെ ഭക്ഷണം കണ്ടെത്തിയെന്നാണ്. മറ്റൊന്നോ ബ്രിട്ടനിൽ വ്യാവസായിക വിപ്ലവം ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ്. ശരിക്കും ചരിത്രത്തെ ഒരു മൈക്രോസ്കോപ്പിലൂടെ വളരെ അടുത്തുനിന്നും ഒരു ടെലിസ്കോപ്പിലൂടെ ദൂരെ നിന്നും ഒരേ സമയം കാണാനുള്ള കഴിവാണിവിടെ പരീക്ഷിക്കപ്പെടുന്നത്.
ഇനി നമുക്ക് ഈ പരീക്ഷയിലെ ഒരു വലിയ ചോദ്യം, അതായത് ഒരു എസ്സേ ചോദ്യം നോക്കാം. മധ്യകാല യൂറോപ്പിലെ 3 തട്ടിലുള്ള ആളുകളെ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ, അവരെ വിലയിരുത്താനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇതൊരു വെറും ചോദ്യമല്ല. ഒരുപക്ഷേ ഈ പരീക്ഷയുടെ ഏറ്റവും ഉയർന്ന ലക്ഷ്യം തന്നെ ഇതാണ്: ഒരു സമൂഹത്തെ അതിന്റെ എല്ലാ സങ്കീർണതകളോടും കൂടി മനസ്സിലാക്കുക. ഇവിടെയാണ് ഒരു വിദ്യാർത്ഥിക്ക് ഒരു ചരിത്രകാരന്റെ റോളിലേക്ക് മാറേണ്ടി വരുന്നത്. ഓക്കേ, ഇതുവരെ നമ്മൾ സംസാരിച്ച ഈ യുദ്ധങ്ങളും ആശയങ്ങളും സാമ്രാജ്യങ്ങളുമൊക്കെ എവിടെയാണ് സംഭവിച്ചത്? വെറുതെ വായുവിൽ നടന്ന കാര്യങ്ങളല്ലല്ലോ ഇതൊന്നും. അതുകൊണ്ട് നമ്മുടെ ഈ വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ ഈ ചരിത്രത്തെ ഭൂമിശാസ്ത്രവുമായി ബന്ധിപ്പിക്കാൻ പോവുകയാണ്. അപ്പോ ഇതാണ് അവസാനത്തെ വെല്ലുവിളി. ഒരു വശത്ത് കുറച്ച് സ്ഥലങ്ങളുടെ പേരുകൾ തന്നിരിക്കുന്നു: ബാഗ്ദാദ്, സഹാറ മരുഭൂമി, മക്ക, റോം. മറുവശത്ത് ഒരു ഒഴിഞ്ഞ ലോക ഭൂപടം. ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒരുമിപ്പിക്കാനുള്ള അവസാന പരീക്ഷണമാണിത്. കാരണം ഓർക്കുക, ചരിത്രം നടക്കുന്നത് പുസ്തകത്തിലെ താളുകളിലല്ല, ഈ ഭൂമിയിൽ തന്നെയാണ്. അപ്പോ ഓരോ സ്കൂൾ പരീക്ഷയ്ക്കും നമ്മൾ കാണുന്നതിനപ്പുറം ഒരു കഥയുണ്ട്. അത് നമ്മൾ എന്ത് പഠിക്കണമെന്ന് മാത്രമല്ല നമ്മളോട് പറയുന്നത്, മറിച്ച് നമുക്കെന്തൊക്കെ മനസ്സിലാക്കാൻ കഴിവുണ്ടെന്ന് ആ സമൂഹം വിശ്വസിക്കുന്നു എന്നുകൂടിയാണ്. നമ്മുടെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ മൂല്യങ്ങളുടെ ഒരു പ്രതിഫലനം തന്നെയാണിത്. അപ്പോ അവസാനം ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. നിങ്ങൾ പഠിച്ച ചരിത്രം നിങ്ങളോട് പറഞ്ഞ കഥ എന്തായിരുന്നു? അതിലെന്തിനൊക്കെയായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്? വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ.